നമ്മൾ പോകുന്നു തിരുവനന്തപുരത്തേക്കാണ്. അവിടെ അജ്മൽ ദിറാറുണ്ട്. അജ്മൽ, വെരി ഗുഡ് മോർണിംഗ്. CPI സ്ഥാനാർത്ഥികളെ എന്നറിയാം എന്നത് വാർത്തയുണ്ട്. മാനേജ്മെന്റുകൾക്കെതിരെ നഴ്സുമാരുടെ സമരം തുടരുകയാണ്. അങ്ങനെ തെക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. തെക്കൻ കേരളത്തിലെ ഒരു വാർത്താപ്പകൽ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ഇന്ന് പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളായിട്ടുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് നഴ്സുമാരുടെ സമരം തന്നെയാണ്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അവരുടെ സമരവുമായി, അവരുടെ മറ്റ് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇന്നലെ സംസ്ഥാന സർക്കാർ അവരുടെ അടിസ്ഥാന ശമ്പളം 25,000 രൂപയാക്കി വർദ്ധിപ്പിച്ചുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കിയെങ്കിലും 40,000 രൂപ എന്ന ആ ഒരു ആവശ്യത്തിൽ തന്നെ സംഘടന ഉറച്ചു നിൽക്കുകയാണ്. അവർ ഇന്നലെ ചേർന്ന അവരുടെ സംസ്ഥാന നേതൃയോഗത്തിന് ശേഷവും പിന്നീട് പുറത്ത് വാർത്താസമ്മേളനം നടത്തിയപ്പോഴും ഈ ആവശ്യം തന്നെയാണ് ഉയർത്തിക്കാണിച്ചത്. ഈ 40,000 രൂപയിലേക്ക് സംസ്ഥാന സർക്കാർ ഉടൻ എത്തണമെന്നും അതുപോലെ തന്നെ മാനേജ്മെൻറ്റുകൾക്ക് തങ്ങൾ ഉയർത്തിയ ഈ ആവശ്യത്തിൽ പൂർണ്ണ പിന്തുണയാണുള്ളതെന്നും, എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അനാവശ്യ പിടിവാശിയാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ സങ്കീർണമാക്കി നിർത്തുന്നതെന്നും നഴ്സസ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് തൃശ്ശൂരിൽ വെച്ച് ഈ സ്വകാര്യ ആശുപത്രിയുടെ മാനേജ്മെൻറ്റുമാരുടെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം മറ്റു സമരപരിപാടികളെക്കുറിച്ച് ആലോചിക്കുമെന്നും സംഘടന അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തിങ്കളാഴ്ച മുതൽ ഒരു സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് കൂടി സംഘടന കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഇവരുടെ ആവശ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആശുപത്രികളെ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കുകയും ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കുകയും മറ്റ് ആശുപത്രികളിൽ 40,000 രൂപ എന്ന ആവശ്യത്തിലേക്ക് അംഗീകാരം നൽകാത്ത ആശുപത്രികളിൽ ഈ അത്യാഹിത വിഭാഗത്തിലടക്കമുള്ള പണിമുടക്ക് തുടങ്ങുവാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ CPIയുടെ നേതൃയോഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്ത് ചേരുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കൗൺസിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്നിവ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഇന്ന് ഈ യോഗത്തിന് ശേഷം ഇവരുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ജില്ലാ നേതൃത്വങ്ങൾ, മണ്ഡല കമ്മിറ്റികൾ കൈമാറിയ ജില്ലാ നേതൃത്വങ്ങൾക്ക് കൈമാറിയ പട്ടിക, അതിൽ ഒന്നിലധികം പേരുണ്ടായിരുന്നു. ആ ഒന്നിലധികം പേരുകൾ പരിഗണിച്ച ശേഷം അത് സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് കൈമാറുകയും സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നത് ചർച്ച ചെയ്ത ശേഷമാണ് ഇന്ന് സംസ്ഥാന കൗൺസിൽ അതിന് അന്തിമ അംഗീകാരം നൽകുന്നത്. പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളുടെ സ്ഥാനാർത്ഥി പട്ടിക കൂടി നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള റവന്യൂ മിനിസ്റ്റർ K. രാജൻ അടക്കം ഒരിക്കൽ കൂടി അവസരം നൽകുമെന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൂടാതെ പാർട്ടിയിലെ 3 തവണ ടേം പൂർത്തിയാക്കിയ ആളുകളെ മാറ്റി നിർത്തണമെന്ന ആവശ്യം കഴിഞ്ഞ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാകും ഈ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് CPI പുറത്തുവിടുക. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.